ആർദ്ര മിസ് ആണ്. ജോഗ്രഫിയിലെ വാട്ടർ റിസോഴ്സിലെ കുറച്ച് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആൻഡ് അതിന്റെ ആൻസേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യെസ്, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് 3 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, ഒരു വെരി ഷോർട്ട് അല്ലെങ്കിൽ ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇറ്റ്സ് റിലേറ്റഡ് ടു മൾട്ടിപർപ്പസ് റിവർ പ്രോജക്റ്റ് അല്ലേ, എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. യെസ്, ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിച്ചു നോക്കാം. വാട്ട് ഈസ് മൾട്ടിപർപ്പസ് റിവർ വാലി പ്രോജക്റ്റ്? ഗിവ് എനി 4 ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ മൾട്ടിപർപ്പസ് റിവർ വാലി പ്രോജക്റ്റ്. നമുക്കറിയാം ഈ മൾട്ടിപർപ്പസ് റിവർ വാലി പ്രോജക്റ്റ് എന്ന് പറയാൻ അതിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ സോഷ്യൽ സയൻസിൽ ആൻസർ ചെയ്യുമ്പോഴത്തേക്ക് ആദ്യത്തെ സെന്റൻസിൽ അല്ലെങ്കിൽ അതിന്റെ തുടക്കം എന്തായിരിക്കണം, അതെന്താണെന്നൊന്ന് ഡിഫൈൻ ചെയ്തിരിക്കണം. എന്നിട്ടേ നമ്മൾ പോയിന്റ്സ് ആണെങ്കിലും അല്ലെ പാരഗ്രാഫ് ആണെങ്കിലും തൊട്ട് താഴെ അതിൽ ആൻസർ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യും, എന്താണ് മൾട്ടിപർപ്പസ് റിവർ വാലി പ്രോജക്റ്റ് എന്ന് എഴുതി വെക്കും, അല്ലെങ്കിൽ അതിനൊരു ഡെഫിനേഷൻ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ആൻഡ് അത് കഴിഞ്ഞിട്ട് എന്താണ് ഈ മൾട്ടിപർപ്പസ് റിവർ വാലി പ്രോജക്റ്റ് ആണ് അല്ലേ, അതായത് ഒരു പേർപ്പസ് മാത്രമല്ല ഒരു പ്രോജക്റ്റിനുള്ളത്, എന്താണ് മൾട്ടി പേർപ്പസ് ആണ്, ഒന്നിൽ കൂടുതൽ എന്തൊക്കെയോ പേർപ്പസ് ഇതിനുണ്ട്. അതെന്തൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ചെക്ക് ചെയ്യാൻ പോവാണ് അല്ലെങ്കിൽ എഴുതാൻ പോവാണ്. ആദ്യം ഡെഫിനിഷൻ എഴുതി ആൻഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, പോയിന്റ് വൈസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിന്റെ എന്തൊക്കെ പേർപ്പസസ് ആണെന്ന് എഴുതാൻ പോവാണ്. എന്താണ് അതിന്റെ ഒരു പേർപ്പസ് എന്ന് പറയുന്നത്, to check floods by regulating flow of water. അതിന്റെ ഒരു പേർപ്പസ് ആണ്. നമുക്കറിയാം മൾട്ടിപർപ്പസ് റിവർ വാലി പ്രോജക്റ്റിന് ഒരു പേർപ്പസ് ആണ് അതല്ലേ. ആൻഡ് സെക്കൻഡ് വൺ എന്താണ്, ജനറേറ്റ് ഹൈഡ്രോ പവർ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആൻഡ് തേർഡ് വൺ നമുക്കറിയാം മറ്റൊരു പേർപ്പസ് ആണ്, ഇറിഗേഷൻ ഫെസിലിറ്റീസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡാംസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ആൻഡ് അത് മാത്രമല്ല സോയിൽ ഇറോഷൻ ഒക്കെ ചെക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അതിനൊക്കെ പ്രിവെന്റ് ചെയ്യാനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ആദ്യമായിട്ട് ഇതിന്റെ ഡെഫിനിഷൻ എഴുതിയതിനു ശേഷം ഇതിന്റെ പേർപ്പസസ് എന്ത് ചെയ്യുന്നു, പോയിന്റ്സ് ആക്കിയിട്ട് എടുത്തെഴുതുന്നു. ഇത്രയും എഴുതിയാൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യന് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലും 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലും എന്ത് ചെയ്യും, ആ ഒരു ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയോ, ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് എക്സാമിന് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിയോ, മെൻഷൻ 3 മേജർ സോഴ്സസ് ഓഫ് ഇറിഗേഷൻ ഇൻ ഇന്ത്യ. വിച്ച് സോഴ്സ് ഓഫ് ഇറിഗേഷൻ ഇസ് മോർ പോപ്പുലർ ഇൻ സദേൺ സ്റ്റേറ്റ്സ് ആൻഡ് വൈ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയിൽ ഇറിഗേഷന്റെ സോഴ്സസ് എന്തൊക്കെയാണ്, നമുക്കറിയാം എന്തൊക്കെയാണ്. നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, 3 മേജർ സോഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര സോഴ്സസ് ആണ് ഉള്ളത് അതെന്ത് ചെയ്യണം, ഇത്ര ടൈപ്പ് ഓഫ് സോഴ്സ് അല്ലെങ്കിൽ ഇന്ന സോഴ്സുകൾ നമ്മൾ ഇന്ത്യയിൽ അവൈലബിൾ ആണെന്ന് എടുത്തെഴുതണം. അങ്ങനെ നിങ്ങൾ ആൻസർ ചെയ്ത് എന്ത് ചെയ്യുക, തുടങ്ങുക. ആൻഡ് അതിനുശേഷം ഏതൊക്കെയാണ് ആ സോഴ്സസ് എന്ത് ചെയ്യുക, എടുത്തെഴുതുക. ഏതൊക്കെയാണ് സോഴ്സസ്, നമുക്ക് കനാൽസ് ഉണ്ട് അല്ലേ. ആൻഡ് പിന്നെ എന്തുണ്ട്, വെൽസ്, ട്യൂബ് വെൽസ് ഒക്കെ ഉണ്ട്. ആൻഡ് ടാങ്ക്സ് അല്ലെങ്കിൽ ടാങ്കാസ് നമ്മൾ ഡിസ്കസ് ചെയ്താണല്ലേ. ഇതൊക്കെ ഇന്ത്യയിൽ അവൈലബിൾ ആണ് ഇറിഗേഷന് വേണ്ടിയിട്ട്. സെക്കൻഡ് അതിന്റെ കൂടെ തന്നെ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, സദേൺ സ്റ്റേറ്റ്സിലെ പോപ്പുലർ ആയിട്ടുള്ള ഇറിഗേഷൻ മെത്തേഡ് അല്ലെങ്കിൽ സോഴ്സ് ഓഫ് ഇറിഗേഷൻ എന്താണെന്നാണ്. എന്തായിരുന്നു, നോക്കിയോ, ഇറിഗേഷൻ അതായത് സദേൺ സ്റ്റേറ്റിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഇറിഗേഷൻ എന്ന് പറയുന്നത് ടാങ്ക് ഇറിഗേഷൻ ആണ്. സദേൺ സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം, നമ്മൾ കേരള ആണെങ്കിലും തമിഴ്നാടു ആണെങ്കിലും കർണാടക ഇതൊക്കെയാണല്ലേ സദേൺ പാർട്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അവിടെ പോപ്പുലർ ആയിട്ടുള്ള ഇറിഗേഷൻ എന്ന് പറയുന്നത് ടാങ്ക്സ് ആണ്. ഇതാണ് അവസാനമായിട്ട് ചോദിച്ചുള്ളത്. വൈ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റേറ്റ് ചെയ്യുക, ഈ ഒരു കാര്യം എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഈസ് ബാംബൂ ഡ്രിപ്പ് ഇറിഗേഷൻ? ആൻഡ് മെൻഷൻ എനി 2 ഫീച്ചേഴ്സ് ഓഫ് ഇറ്റ്. അതായത് ബാംബൂ ഡ്രിപ്പ് ഇറിഗേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇന്ത്യയിൽ ഇറിഗേഷൻ അല്ലെങ്കിൽ ഒരു സോഴ്സ് ഓഫ് ഇറിഗേഷൻ ആണ് ബാംബൂ ഡ്രിപ്പ് ഇറിഗേഷൻ. ആൻഡ് ഇതിന്റെ ഫീച്ചേഴ്സും കൂടി എഴുതാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം എഴുതുന്ന സമയത്ത് ഈ ബാംബൂ ഡ്രിപ്പ് ഇറിഗേഷൻ നമുക്ക് കൂടുതലായിട്ട് കണ്ടുവരാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായി നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലൊക്കെ ആണല്ലേ. അതൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതി വെക്കുക. ആൻഡ് ഇതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ 3 ഫീച്ചേഴ്സ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എഴുതാം. ബാംബൂ ഡ്രിപ്പ് ഇറിഗേഷൻ നമ്മൾ പഠിച്ചാണല്ലേ. എന്ത് ചെയ്യുന്നുണ്ടായി നമ്മൾ, ഒരു സ്ട്രീംസിൽ നിന്നൊക്കെ വെള്ളം കളക്ട് ചെയ്യാനാ, ഹില്ലി റീജിയൻ ആണ്, മൗണ്ടനീസ് ആയിട്ടുള്ള റീജിയനിലാണ്. അവിടെ നമ്മൾ വെള്ളം കളക്ട് ചെയ്യാൻ ബാംബൂസ് എന്ത് ചെയ്യുന്നു, ഒരു PVC പൈപ്പൊക്കെ പോലെ എന്ത് ചെയ്യുന്നു, അതിന് പകരം നമ്മൾ നേച്ചറിൽ നിന്ന് കിട്ടുന്ന ബാംബൂസ് യൂസ് ചെയ്തല്ലേ. ആൻഷ്യൻ മെത്തേഡാണ് ഇതൊക്കെ. ട്രഡീഷണൽ മെത്തേഡാണ്. ഇത് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഒരു പൈപ്പ് പോലെ അതിങ്ങനെ കണക്ട് ചെയ്ത് ബാംബൂസ് കണക്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, താഴേക്ക് വെള്ളം എത്തിക്കുന്നത്. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഫീച്ചേഴ്സ് എന്ത് ചെയ്യുക, എടുത്തെഴുതാം.
ഈ 3 എണ്ണം എഴുതിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? യെസ്, 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങളൊരു 3 ഫീച്ചർ എഴുതുക. 4 മാർക്കിന്റെ അല്ലെങ്കിൽ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, കുറച്ച് ഇലാബറേറ്റ് ചെയ്യാൻ നോക്കുക. നമ്മൾ എപ്പോഴും ആൻസർ ചെയ്യുന്ന സമയത്ത് മാർക്സ് നോക്കിയിട്ടൊക്കെ എത്ര സ്കോർ ആണത് അല്ലെങ്കിൽ എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെന്ന് നോക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ആൻസർ ചെയ്യാൻ നോക്കുക. ഓക്കെ, യെസ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഇതുപോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്സാംസ് ഒക്കെ അടുത്ത് വരികയാണല്ലേ. യെസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ ഇനിയും വേറൊരു വീഡിയോയിൽ കാണാം. Okay, bye-bye.